ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ഈജിപ്ഷ്യൻ സിനിമയെ കുറിച്ചാണ്. 2010 ഈജിപ്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിനെ കുറിച്ചാണ്. കെയ്റോ 678 എന്നാണ് സിനിമയുടെ പേര്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് 3 കഥാപാത്രങ്ങളാണ്. ഫൈസ, 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്. സ്വന്തം കുട്ടികളുടെ ഫീസ് അടക്കാൻ പോലും സഫർ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഫൈസ. അതുപോലെ തന്നെ വരുന്നത് നെല്ലി, ഒരു കോൾ സെന്റർ ജീവനക്കാരിയാണ്. സ്റ്റാൻഡപ്പ് കോമഡിയൻ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി. അവൾക്ക് കാമുകനുണ്ട്, ഫാമിലി ഉണ്ട്, തിരക്കില്ലാത്ത ഒരു ഫാമിലിയിൽ കഴിയുന്ന ഒരു കുട്ടി. അതുപോലെ തന്നെ മൂന്നാമത്തെ കഥാപാത്രം സെബയാണ്. സെബ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഭർത്താവുമായി പിരിഞ്ഞ് നഗരത്തിൽ ഒരു ബ്യൂട്ടിക്ക് നടത്തുന്ന ആളാണ് സെബ. ഇവർ 3 പേരുടെയും കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയ്റോ എന്ന് പറഞ്ഞ നഗരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഇവര് ലൈംഗിക അധിക്ഷേപം ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ പോരാടാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഈജിപ്തിന്റെ ചരിത്രത്തിൽ തന്നെ നൂറി റുഷ്ദി എന്ന പെൺകുട്ടിയാണ് ആദ്യമായിട്ടൊരു ലൈംഗിക പീഡനത്തിന് ഈജിപ്തിൽ കേസ് കൊടുത്തത്. അവരുടെ കഥയും കുറച്ച് അനുബന്ധ കഥകളൊക്കെയാണ് ഈ സിനിമയിൽ